ഈ വലിയ ഹെഡ്ഫോണുകളിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന ചെറിയ ഇയർപോഡുകളിലേക്ക് എങ്ങനെ എത്തി? നമുക്കിതിൻ്റെ എവല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ടെലഫോൺ ഓപ്പറേറ്റർമാർ ഉപയോഗിച്ചിരുന്ന ഹെഡ്സെറ്റ് ഏകദേശം 4.5 കിലോ ഭാരമുണ്ടായിരുന്നു. ഇവ ചുമലിൽ വെച്ചാണ് അവർ ഉപയോഗിച്ചിരുന്നത്. 1910 നേവി ആവശ്യങ്ങൾക്കായി നഥാനിയേൽ ബാൾവിൻ നിർമ്മിച്ച ആദ്യത്തെ മോഡേൺ ഹെഡ്സെറ്റാണിത്. ഇവയ്ക്ക് 2 ഇയർ കപ്പും ഒരു ഹെഡ് ബാൻഡും ഉണ്ടായിരുന്നു. 1979 സോണി വാക്മാൻ പുറത്തിറങ്ങിയതോടെ ഹെഡ്ഫോണുകളുടെ രൂപം മാറി. സംഗീതം കേട്ടുകൊണ്ട് എവിടെയും നടക്കാമെന്ന അവസ്ഥ വന്നു. വാക്മാനോടൊപ്പം ഭാരം കുറഞ്ഞ ഹെഡ്ഫോണുകൾ ആളുകൾക്കിടയിൽ വ്യക്തിപരമായ ഓഡിയോ കേൾക്കാനുള്ള താല്പര്യം വർദ്ധിച്ചു. 2000ങ്ങളുടെ തുടക്കത്തിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ സാധാരണയായി തുടങ്ങി. അപ്പോഴും 2 ഇയർ പീസുകളെ ബന്ധിച്ച് ഒരു വയറുണ്ടായിരുന്നു. 2015 ആദ്യത്തെ ട്രൂലി വയർലെസ് ഇയർബഡ്സ് പുറത്തിറക്കിയത്. പിന്നീട് ആപ്പിൾ 2017 ഇയർബഡ്സ് പുറത്തിറക്കി. ഈ ഒരു സാങ്കേതിക വിദ്യ സാധാരണക്കാർക്കിടയിൽ വളരെ ജനകീയമായി.